അപ്പം ഞാനൊരു പാവയ്ക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടായിരുന്നു ഇത് കട്ട് ചെയ്യുന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിനൊരു വീഡിയോ എടുത്താലോന്ന് ആലോചിച്ചപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് പാവയ്ക്കായിട്ട് എല്ലാം ഇത്രയുള്ള സൈസാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ 20 രൂപയ്ക്ക് കിട്ടുന്നതാട്ടോ. അപ്പോൾ അത് ഞാൻ നല്ല നൈസായിട്ടാണ് അരിയണേ. ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാനും. അപ്പോൾ നല്ല നൈസായിട്ടാണ് അരിയണേ. ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോക്കൊക്കെ നല്ല വ്യൂവേഴ്സൊക്കെ ആവുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്കും കൂടെ നിങ്ങൾ തന്നാൽ നല്ല ഉപകാരമായിരിക്കും. കാരണം എനിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടണേ. നമുക്കിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല, വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ല. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പം ഇതെല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്ത് നല്ല എൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനത് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം ഒരു 5-6 പാവയ്ക്കായിരുന്നു ആ സൈസുള്ള. അത് മൊത്തം കട്ട് ചെയ്തിട്ടു. എൻ്റെ സൗണ്ട് അത്ര പോരാ, ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി. തലവേദനയൊക്കെയാണ്. ഈ വീഡിയോ തന്നെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. എന്നെക്കൊണ്ട് തന്നെ എടുക്കാനൊരു ഇതുമില്ല. ഒരു കൈ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം. ട്രൈപോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വല്ല തുണിയൊക്കെ ഇട്ടിട്ട് എൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം എനിക്ക് കാണിച്ചു തരാൻ. അപ്പോൾ അതിനകത്തോട്ടൊരു 1 സ്പൂൺ നിറച്ച് എൻ്റെ കയ്യിൽ വെള്ള സ്പൂൺ വേണ്ട, അത് കൂട്ടൊരു സ്പൂൺ നിറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ അത് നന്നായിട്ട് വേറൊന്നും ചേർക്കണ്ട. ഇതിലാകെ ചേർക്കണത് മഞ്ഞപ്പൊടിയും ഉപ്പും കേട്ടോ. അപ്പോൾ പൊടിയുപ്പാണ് പാകത്തിന് ആവശ്യത്തിനൊക്കെയാണ് ഇട്ട്. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. എൻ്റെ അടുത്തില്ല, ഫ്രഷായിട്ടാണ് ഇല്ല. അപ്പം ഇത് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒന്ന് കുട്ടിക്ക് കൊടുത്താൽ മതി. ഉടഞ്ഞു പോകരുത്, ഇതിങ്ങനെ പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം അതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്, രണ്ട് പൊടിഞ്ഞു പോകും. കാരണം അത്രയും നൈസായിട്ടാണ്. അപ്പം നൈസായിട്ട് അറിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടണേ. അപ്പോൾ നല്ല ചൂട് ചോറും ഈ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ്. അതിന് അറിയില്ല. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത്. വലിയ ചിലവൊന്നുമില്ല. 2 പാവയ്ക്ക, കുറച്ച് മുളക്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും മതിയാവും. ഒരു പാവയ്ക്കയിൽ അത്രേ വേസ്റ്റുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ താഴത്തുനിന്ന് കുറച്ച് മുകളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അത് ഫ്രൈ ചെയ്യണ കാണിക്കണില്ല, ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് എനിക്ക് കുട്ടികളൊക്കെ വന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കത് കഴിഞ്ഞിട്ട് ഇവർക്ക് പൊട്ടറ്റോ ഫ്രൈ ആക്കണമായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ആക്കി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ബൈ.